നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള കോളനി എന്ന രാജാജി നഗറിൻ്റെ കവാടത്തിലാണ്. ഇന്നിവിടെ അതിമഹത്തരമായ ഒരു പരിപാടി നടക്കുകയാണ്. രാജാജി നഗറിലെ ലഹരിയുടെ വ്യാപനം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി 2020 സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിങ്സ് ഓഫ് വുമൺ എന്ന സംഘടനയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. രാജാജി നഗറിനെ ദത്തെടുത്ത കേരള എക്സൈസ് വകുപ്പിൻ്റെ പൂർണ്ണമായ നേതൃത്വത്തിലും പിന്തുണയിലും സഹായത്തിലും നിർമ്മിതമായ രാജാജി നഗറിലെ വിങ്സ് ഓഫ് വുമൺ കൂട്ടായ്മയുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. 2022 ഓഗസ്റ്റ് 24 മോഡൽ സ്കൂൾ ജംഗ്ഷൻ പെട്രോൾ പമ്പിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ലൈബ്രറിയുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. എക്സൈസ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രമുഖർക്കൊപ്പം ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഏഷ്യാനെറ്റ് കോമഡി ഷോ താരം ദീപു നാവായിക്കുളം തുടങ്ങിയ കലാ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഈ പരിപാടിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. പരിപാടിയുടെ തുടക്കം മുതൽ സമാപനം വരെയുള്ള കാഴ്ചകൾ ഈ വീഡിയോയിൽ മുഴുവനായും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഗസ്റ്റ് 24 വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച ഉദ്ഘാടന പരിപാടിയിൽ വിങ്സ് ഓഫ് വുമൺ സംഘടനയുടെ പ്രസിഡന്റ് വിജി VS സ്വാഗതം ആശംസിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ ജെറോമിക് ജോർജ് IAS ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിനും ഞങ്ങളുടെ ക്ലബിന്റെ പേരിലും രാജാജി നഗറിന്റെ പേരിലും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ സ്പ്രജൻ കുമാർ IPS വിങ്സ് ഓഫ് വിമന്റെ പേരിലും രാജാജി നഗറിന്റെ പേരിലും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അഡീഷണൽ എക്സൈസ് കമ്മീഷണർ CEO വിമുക്തി ശ്രീ D രാജീവ് IOFS വിങ്സ് ഓഫ് വിമന്റെ പേരിലും രാജാജി നഗറിന്റെ പേരിലും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ IPS, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ D രാജീവ് IOFS, രാജാജി നഗറിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T അനികുമാർ, കണ്ണാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ചിത്ര രാഘവൻ, IMA പ്രസിഡന്റ് ഡോക്ടർ CV പ്രശാന്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ എക്സൈസ് മിനിസ്റ്റർ നിലവിളക്ക് കൊളുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു അസുലഭ മുഹൂർത്തമാണിത്. നിലവിളക്ക് കൊളുത്തി അദ്ദേഹം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.
വാർഡ് കൗൺസിലർ ഹരികുമാർ, തെക്കൻ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ AR സുൽഫിക്കർ, വിമുക്തി ജോയിന്റ് എക്സൈസ് കമ്മീഷണർ R ഗോപകുമാർ, തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബാബു വർഗീസ്, ബ്ലൂ പോയിന്റ് ഓർഗൻ ബേബി പ്രഭാകർ, ബ്ലൂ പോയിന്റ് ഓർഗൻ ഫിറോസ് ഖാൻ KP തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖരായവർ സന്നിഹിതരായിരുന്നു. ഗ്രന്ഥശാലകൾ, വായനശാലകൾ രൂപീകരിച്ച് അതിൻ്റെ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രം പോരാ. ഒപ്പം തന്നെ ധാരാളം പുസ്തകങ്ങൾ ശേഖരിക്കാനും വാങ്ങാനും അത് നിർബന്ധപൂർവം വായിക്കാനും വായിപ്പിക്കാനും നല്ല ഇടപെടൽ വേണം. ഒരു മനുഷ്യനെ, സംസ്കൃത സമൂഹത്തെ രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യൻ ലോകത്തെ തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെ സ്വന്തം ചുറ്റുപാടുകളെ മാത്രമല്ല, ആ ചുറ്റുപാടുകളെ മാറ്റാൻ ശേഷിയുള്ള ലോകോത്തരമായ നിരവധിയായ സംഭവങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും നായകരെയും എല്ലാം മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴുമാണ് സ്വയം തിരുത്താനും സ്വയം മുന്നോട്ടേക്ക് പോകാനും നമുക്ക് ത്രാണി ഉണ്ടാവുന്നത്, ശേഷിയും ഉണ്ടാവുന്നത്. അതുകൊണ്ട് വായനശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലമായിട്ട് കയറിയിരുന്ന് വായിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അക്കാദമിക് വിദ്യാഭ്യാസം നേടിയവർക്കും അക്കാദമിക് വിദ്യാഭ്യാസം നേടാനാവാത്തവർക്കും ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനുള്ള അനൗദ്യോഗിക സർവകലാശാല പോലെ നമുക്ക് ഈ ഗ്രന്ഥശാലകളെ വളർത്തിയെടുക്കാനാവണം. വായനശാലകളെയും ഗ്രന്ഥശാലകളെയും ഉപയോഗപ്പെടുത്താനാവണം. അതിന് ഈ മേഖലയിലുള്ള സ്ത്രീകൾ മുൻകൈയെടുത്ത് വിംസ് ഓഫ് വിമൺ എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ, അതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച, അവരെ സഹായിച്ചവരെയും അവരെ തന്നെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരോടെല്ലാം ഈ സമൂഹത്തിന് കടപ്പാടുണ്ട്. ആ കടപ്പാട് ഒരു ജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ഗവൺമെന്റിന്റെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ജ്ഞാന സമൂഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും മാത്രമല്ല. ജ്ഞാന സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള, ശരിയായ ദിശാബോധത്തോടു കൂടി മുമ്പോട്ടേക്ക് പോകാൻ കഴിവുള്ള, കെൽപ്പുള്ള ഒരു സമൂഹത്തിലേക്ക് അവരെ എത്തിക്കാൻ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് വായനശാലകളും ഗ്രന്ഥശാലകളും. ആ ദൗത്യമാണ് ലോകത്തെവിടെയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ വിങ്സ് ഓഫ് വുമൺ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട്, ഇതിനെന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളുടെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം രാജാജി നഗറിലെ ജനങ്ങളുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവരെ എക്സൈസ് മന്ത്രി ആദരിച്ചു. രാജാജി നഗറിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എക്സൈസ് ദക്ഷിണ മേഖല എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ T അനികുമാർ, ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രാജാജി നഗറിലെ ലൈബ്രറി കെട്ടിടം സ്പോൺസർ ചെയ്ത രതീഷ് കുമാർ S, രാജാജി നഗറിലെ അമ്മമാരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയർപ്പിച്ച് പ്രവർത്തിക്കുന്ന വനിതാ എക്സൈസ് സിവിൽ ഓഫീസർ റജീന, എക്സൈസ് വകുപ്പും തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി അതിൽ കണ്ടെത്തിയ രാജാജി നഗറിലെ കാഴ്ചശക്തി കുറഞ്ഞ അമ്മമാർക്ക് ട്രീറ്റ്മെന്റ് നടത്തുകയും കണ്ണിന്റെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത കണ്ണാശുപത്രി സൂപ്രണ്ട് ചിത്ര രാഘവൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് സ്നേഹ അനു തുടങ്ങിയവരെ മന്ത്രി ആദരിച്ചു. അടുത്തതായി നമ്മുടെ ഈ നല്ല മുഹൂർത്തത്തിന് ആശംസ അർപ്പിക്കാനായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ശ്രീ ആനന്ദകൃഷ്ണൻ S IPS അവർ. കേരള എക്സൈസ് മന്ത്രിക്ക് മറ്റെന്തോ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതിനാൽ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ മന്ത്രി മടങ്ങുകയായി. എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ IPS രാജാജി നഗറിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ആ നല്ല സംരംഭത്തിൽ ഞങ്ങൾക്കും സഹായം ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിയുകയും
അതിൽ നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഈ വായനശാല നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു നല്ല രീതിയിൽ പുതിയ പഠനങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാകുന്നതിന് വേണ്ടിയും വലിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളായി മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നമുക്ക് ഡോക്ടർ സി വി പ്രശാന്ത് സാറിന്റെ ആശംസാ പ്രസംഗത്തിലേക്ക് ഉടനെ തന്നെ കടക്കാവുന്നതാണ്. ബിഗ് ബോസ് ഫെയിമായിട്ടുള്ള ഡോക്ടർ റോബിനും കോമഡി ഷോയിലെ ഏറ്റവും മികച്ച താരമായ ദീപു നാവായിക്കുളവും നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു വിജയത്തിന്റെ ആഘോഷത്തിന്റെ ദിവസമാണ്. നോക്കൂ, സ്ത്രീകളെ വനിത എന്ന് വിളിക്കുന്ന എന്തിനെന്നറിയോ? വനിത വൻ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവൾ എന്ന അർത്ഥത്തിലാണ് വനിത എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടി കൊടുക്കണം ശ്രീമതി ധനുജയ്ക്കും കൂട്ടുകാരികൾക്ക്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കയ്യടി കൊടുക്കണം. അനന്തപുരിയിൽ തെളിയിച്ച ഈ ധനുജയ്ക്കും കൂട്ടുകാരികൾക്കും ആശംസയർപ്പിക്കാനും അഭിമാനത്തോടെ അഭിവാദ്യം അർപ്പിക്കാനുമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെ എത്തിച്ചേർന്നിരിക്കുന്നത്. 2007 മുതൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഡോക്ടറാണ് ഞാൻ. RCCയിൽ വരുന്ന രോഗികളിൽ പകുതി വരെ തടയാൻ എക്സൈസ് വകുപ്പിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിമുക്തിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നോക്കൂ, ലഹരി വർജനത്തിലൂടെ RCCയിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും പ്രാവൂലേ? നീ പുഴുത്തേ ചാവൂന്ന് വരെ പ്രാവൂ അല്ലേ? പക്ഷെ ക്യാൻസർ വന്ന് ചാവൂന്ന് ആരെങ്കിലും പ്രാവോ? ഇല്ല. കാരണം എന്താ? ക്യാൻസറിനെ അത്രയും ഭയപ്പെടുന്ന രോഗമായി. എന്നാൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം RCCയിലേക്ക് കടന്നു വരുന്ന രോഗികളിൽ പകുതി പേരെ അവിടെ കൊണ്ടുവരുന്നത് ലഹരി വസ്തു. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി ഡോക്ടർ ചിത്ര രാഘവന്റെ വാക്കുകളിലേക്ക്. ഇതിൽ ആദ്യമായിട്ട് വേദിയിലിരിക്കുന്ന എല്ലാ മുഖ്യ അതിഥികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ശ്രീ ആനന്ദകൃഷ്ണൻ സർ, ശ്രീ രാജീവ് സർ, പിന്നെ എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അനികുമാർ സർ, അതും റെജിന, ഇത്രയും പേരെയും രാജീവ്, ഇവരെയൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എന്നെ കാണാൻ വന്നിട്ടുള്ള എൻ്റെ പേഷ്യൻസ് ആയിട്ട് ഇവിടുന്ന് വന്നവരും. ഞാൻ അപ്പോഴാണ് ഈ വിങ്സ് ഓഫ് വിമനെ കുറിച്ച് അറിയുന്നത്. ധനുജയുടെയും കൂട്ടുകാരുടെയും ഇത്രയും മഹത്തായ ഒരു പ്രവൃത്തി, ഇതിനെക്കുറിച്ച് ഞാൻ അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തും സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഇവർ കാണിച്ചു തന്നിട്ടുള്ളത്. അവർ കറക്റ്റായിട്ട് സമൂഹത്തിൽ കുട്ടികളെയും വളർന്നു വരുന്ന തലമുറയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി വിമുക്തമായ ഒരു വരും തലമുറയെ വിഭാവന ചെയ്തുകൊണ്ട് ചെയ്തു വന്നിട്ടുള്ള ഓരോ പ്രവൃത്തിയും അത് സ്തുത്യർഹമാണ്. അവരിൽ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇവരെല്ലാവർക്കും എന്നാൽ കഴിയാവുന്ന എന്ത് സഹായവും ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്തെല്ലാം പറ്റുമോ, ഇനി അല്ലാത്ത നിലയിൽ എന്തെല്ലാം സഹായം വേണമോ അതെന്നും ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള രാജാജി നഗർ വാസികൾ, ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരോടും നന്ദി. കാരണം
ഇത് ഒരാളിനോട് മാത്രം പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല. ആദ്യമായിട്ട് എക്സൈസ് കമ്മീഷണർ ആനന്ദകൃഷ്ണൻ സാർ ഈ നടപടി തുടങ്ങുവാൻ നേരത്തെ പ്രശാന്ത് സാർ പറഞ്ഞ പോലെ സൈലൻ്റായി എക്സൈസിലൊരു വലിയ മാറ്റം, സമൂഹത്തിലൊരു വലിയ മാറ്റം വരുത്തുവാൻ എക്സൈസിനെ പ്രാപ്തിയാക്കിയ സാറിൻ്റെ ഒരു സപ്പോർട്ട് അത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരം മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി വിശിഷ്ടാതിഥികളായിട്ട് ഇവിടെ വരേണ്ടിയിരുന്ന ശ്രീ ശശി തരൂർ ടീമിലെ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് സ്വരൂപിച്ച തുക ഇന്നത്തെ പ്രോഗ്രാമിന് അവർക്ക് കിട്ടുന്ന പാരിതോഷികം ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. സുമനസ്സുകളുടെ ഒരു സഹായമാണിത്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി അനീഷിനെയും ക്ഷണിക്കുകയാണ്. ഡാൻസ് ലൂസ് ബോയ്സിലെ അംഗമാണ് അനീഷ്, അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഒരു നല്ല കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫലമാണ് കൂടെ പിറപ്പായിക്കരിക്ക് അവർ നൽകുന്നത്. ഈ സഹായം നൽകാൻ റോബിനും ഒപ്പം ചേരണം. ദീപു നവായികളോ റോബിനും കൂടി ഒപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ കൂടി നൽകുകയാണ്. വളരെ വലിയൊരു കൈയ്യടി തന്നെ ഇതിനെ കൊടുക്കാം. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു അവസരമാണ്. നല്ലൊരു കൈയ്യടി. വളരെ നന്ദി. ഈ യോഗത്തിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് കൗൺസിലറുമായിട്ടുള്ള ഹരികുമാർ സാറ്, മറ്റ് എക്സൈസ്. അടുത്തതായി ആശംസയർപ്പിക്കാനെത്തിയത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു. ഗ്രൗണ്ടിൽ പരിപാടിക്കായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന രാജാജി നഗറിലെ ജനതയെ അക്ഷരാർത്ഥത്തിൽ റോബിൻ കയ്യിലെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. ഇതെനിക്ക് സത്യം പറയാൻ ഭയങ്കര സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അതുമാത്രമല്ല വിങ്സ് ഓഫ് വുമൺ, ഒരുപാട് സ്ത്രീകളുടെ ഹാർഡ് വർക്ക്, അവരുടെ ആ ഒരു നല്ല ലക്ഷ്യത്തിലേക്കുള്ള മോട്ടീവും ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് കാരണം മാത്രമാണ് വിങ്സ് ഓഫ് ഫയർ ഇവിടെ, വിങ്സ് ഓഫ് വുമൺ ഇവിടെ വന്നിരിക്കുന്നത്. സോ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. നിങ്ങളെ കൊണ്ടും പറ്റും. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. അടുത്തതായി നമുക്കൊരു ചെറിയ ചടങ്ങുണ്ട്. നമ്മുടെ ഈ SMV സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഒരു കിറ്റും ക്യാഷ് പ്രൈസും ഒക്കെ നമ്മുടെ വിങ്സ് ഓഫ് വിമനിലെ ചേച്ചിമാർക്ക് ഒരു സംഭാവനയായിട്ട് നൽകുകയാണ്. ഹാറ്റ്സ് ഓഫ് ദി ടീം ഓഫ് SMV സ്കൂൾ സ്റ്റുഡൻസ്. NSS ടീമിലെ ഈ കുട്ടികൾക്ക് നല്ലൊരു പ്രോത്സാഹനം നൽകി നമുക്ക് യാത്രയാക്കാം. അടുത്തതായി യൂണിവേഴ്സിറ്റി കോളേജ് NSS യൂണിറ്റ് 2021 ബാച്ച് വായനശാലയ്ക്ക് വേണ്ടി വാട്ടർമെലൻ ചലഞ്ചിലൂടെ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് വാങ്ങി നൽകുന്ന ഷെൽഫിന്റെ ഉദ്ഘാടന ചടങ്ങാണിത്. അതിനായി ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ശ്രീ ആനന്ദകൃഷ്ണൻ S IPS അവരെ ക്ഷണിക്കുന്നു. താക്കോൽദാനം നൽകി ഈ ചടങ്ങ് അദ്ദേഹം നിർവഹിക്കുകയാണ്. വിങ്സ് ഓഫ് വിമൻ എന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജ് NSS യൂണിറ്റ് 2021 ബാച്ച് വായനശാലയ്ക്ക് വേണ്ടി സ്വരൂപിച്ച തുകയിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അവർ വാട്ടർമെലൺ എന്ന ചടങ്ങിലൂടെ സ്വരൂപിച്ച തുകയാണിത്. നല്ലൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കും നമ്മുടെ NSS യൂണിറ്റിനെ. യൂണിവേഴ്സിറ്റി കോളേജ് 2021 ബാച്ചാണ് അവര്.
ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് കോമഡി സ്റ്റാർസിന്റെ ഷൂട്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അമൃത ടിവിയുടെ ഷൂട്ടിന് ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്നും കുറെ ഈ ചായ കുടിക്കാനൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് പിന്നെ ഒരുപാട് നമ്മളെ പയ്യന്മാർ അത് മാത്രമല്ല ഒരു യൂട്യൂബിൽ ഒരു സംഭവം ചെയ്തിട്ടില്ലായിരുന്നു, ഡാൻസ് ചെയ്തിട്ടില്ലായിരുന്നു പയ്യന്മാര്. ഇവിടുത്തെ പയ്യന്മാരല്ലായിരുന്നോ അല്ലേ? ആ ടീമുണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഞാനും ഒരു സാധാരണക്കാരനാണ്. അപ്പോ നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റിയുള്ള സന്തോഷം. പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിൽ എഴുന്നേറ്റ് പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുട്ടിന് തന്നെ അമ്മ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാമനസ്സിന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ, പിന്നെ കല്യാണം. താങ്ക് യു ദീപു. അടുത്തതായി കോമഡി സ്റ്റാർസ് ഫെയിം എബിൻ ഗബ്രിയലിനെ നമുക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതിനായി റോബിനെയും ക്ഷണിക്കുന്നു. എബിൻ ഗബ്രിയൽ കോമഡി സ്റ്റാർസ് ഫെയിമാണ്. അദ്ദേഹത്തിന് റോബിൻ പുരസ്കാരം നൽകുകയാണ്. നില ഫൗണ്ടേഷൻ വിങ്സ് ഓഫ് വിമൻ എന്ന ഈ സംഘടനയുടെ വായനശാലയ്ക്ക് വേണ്ടി 1200 പുസ്തകങ്ങളാണ് നൽകുന്നത്. ശ്രീകുട്ടൻ ഇവിടെ ഇല്ല. അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഈ സമ്മാനം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ആൾ ആ സമ്മാനം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീകുട്ടന് വേണ്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ സമ്മാനം സ്വീകരിക്കുന്നതാണ് റോബിനിൽ നിന്ന്. അടുത്തതായി KC നടത്തിയ സെലക്ഷനിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സെലക്ഷൻ ലഭിച്ച വിവേകിനുള്ള പുരസ്കാരമാണ്. നമ്മുടെ രാജാജി നഗറിലെ പ്രിയപ്പെട്ട പ്രതിഭകളാണ് ഇവരെല്ലാം. ഏറ്റവും പ്രിയപ്പെട്ട ക്ലെമന്റിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം പുരസ്കാരം സ്വീകരിക്കാനായി. വിനോദിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം പുരസ്കാരം നൽകുന്നതിനായി ശ്രീ രാജു സാറിനെ. ശ്രീ വിനോദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം. വളരെ ചെറിയ കുട്ടികളെ വെച്ച് ചലച്ചിത്രം നിർമ്മിച്ച് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെ നല്ലൊരു കയ്യടിയോടുകൂടി ഒരു പ്രോത്സാഹനം. അടുത്തതായി വായനശാലയുടെ സ്പോൺസർ ശ്രീ S. രതീഷ് കോമളത്ത് പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. നമ്മുടെ കൗൺസിലറെ തമ്പാനൂർ വാർഡ് കൗൺസിലർ ശ്രീ ഹരികുമാർ സാറിന് പുരസ്കാരം നൽകുകയാണ് അദ്ദേഹം. രാജാജി നഗറിനെ ദത്തെടുത്തു കേരള എക്സൈസ് വകുപ്പ് എന്ന പേരിൽ ഒരു സ്റ്റോറി ഗാലറി ഓഫ് നാച്ചുറൽ ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ഗാലറി ഓഫ് നാച്ചുറൽ എന്ന ചാനലിനും ഈ ധന്യമുഹൂർത്തത്തിൽ ആദരം ലഭിച്ചു. ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി തുളസി. വായനശാലയ്ക്ക് വേണ്ടി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത ഒരു വലിയ മനസ്സിനുടമയാണ്. നല്ലൊരു കൈയടി ആ അമ്മയ്ക്ക് നമുക്ക് നൽകാം. ഒരുപാട് നന്ദി അമ്മ, ഇങ്ങനെ ഒരു വായനശാലയ്ക്ക് വേണ്ടി ഈ ഒരു അവസരം കൊടുത്തതിന്.
റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തണമെന്നാണ് സംഘാടക സമിതി ആവശ്യപ്പെടുന്നത്. നല്ലൊരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. യൂണിഫോം കൊണ്ട് പോയത്. നാടമുറിച്ച് ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട ശേഷം വീണ്ടും എല്ലാവരും ഫുട്ബോൾ ഗ്രൗണ്ടിലെ സ്റ്റേജിലേക്ക് തിരികെ എത്തി. രാജാജി നഗറിലെ ജനതയ്ക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എക്സൈസ് ദക്ഷിണമേഖല എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി അനികുമാറും തിരുവനന്തപുരം ഗവൺമെൻറ് കണ്ണാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ചിത്ര രാഘവനും ചേർന്ന് നിർവഹിച്ചു. നമുക്ക് കിറ്റ് സ്പോൺസർ ചെയ്തത് ഹൗസിംഗ് ബോർഡ്, ഊട്ടുപുര ഹോട്ടൽ, ചാല ഐശ്വര്യ പലവ്യഞ്ജന കട. രാജാജി നഗറിലെ ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. രാജാജി നഗറിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്നവരും വിങ്സ് ഓഫ് വുമൻ്റെ അംഗങ്ങളും ചേർന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. രാജാജി നഗറിലെ ഈ പരിപാടികൾക്ക് പങ്കെടുക്കാനും സഹകരിക്കാനും കഴിഞ്ഞതിൽ ഗാലറി ഓഫ് നാച്ചർ എന്ന ഈ ചാനലിന് അഭിമാനവും സന്തോഷവും ഉണ്ട്. ഒപ്പം ചാനലിന് നൽകിയ ആദരത്തിന് രാജാജി നഗറിലെ അമ്മമാർക്കും എക്സൈസ് വകുപ്പിനും നന്ദി അറിയിക്കുന്നു. മുന്നോട്ടുള്ള നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒപ്പം ഗാലറി ഓഫ് നാച്ചറും കൂടെയുണ്ടാകും എന്ന് ഉറപ്പു തന്നുകൊണ്ട് ഈ വീഡിയോ വിങ്സ് ഓഫ് വുമണിനും കേരള എക്സൈസ് വകുപ്പിനും സമർപ്പിക്കുന്നു.